അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ലോകത്ത് അനേക ക്രിസ്തുക്കളില്ല. ഞാൻ പറയുന്നത് എൻ്റെ കൺക്ലൂഷനാണ്. ഞാൻ അതിൽ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. അത് ഞാൻ എൻഡിങ് നോട്ടായിട്ട് നിങ്ങൾക്ക് പറയാം, ഞാൻ ഇറങ്ങാം, നോ പ്രോബ്ലം. അപ്പം ഞാൻ പറയുന്നൊരു കാര്യമേ ഉള്ളൂ, ഈ ലോകത്ത് അനേക ക്രിസ്തുക്കളെ എഴുന്നേൽപ്പിച്ചിട്ടില്ല ദൈവം, ഇനിയും എഴുന്നേൽപ്പിക്കത്തില്ല. മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവുമുണ്ട്, ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവുമുണ്ട്. മനുഷ്യൻ്റെ പെർസ്പെക്റ്റീവിനകത്ത് നിങ്ങൾ പറയുന്ന മുടന്തൻ ന്യായങ്ങളൊക്കെ ആപ്ലിക്കബിളാണ്. പ്രത്യേകിച്ച് ഒരു മതത്തിൻ്റെ ലെൻസിലൂടെ കാണുമ്പോൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണ്. കാരണം മതം ഉണ്ടാക്കിയത് മനുഷ്യനാണല്ലോ. ഇനി ദൈവത്തിൻ്റെ പെർസ്പെക്റ്റീവ് പറയാം. ദൈവം എന്ന് പറയുന്ന ആ ഒരു പൊസിഷൻ, അതൊരു പൊസിഷനാണ്. ആ പൊസിഷനിൽ ജനങ്ങൾ ഒരു വ്യക്തിയെ കാണാൻ ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങൾ ആരെയാണോ ആ പൊസിഷനിൽ ഇരുത്തിയിരിക്കുന്നത് ആ വ്യക്തിയും ജനങ്ങളെ ദൈവമായി കാണാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾ പറഞ്ഞു ക്രിസ്തു എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ഒരു മനുഷ്യനും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നു, മോശയെ ദൈവം അഹരോൻ്റെയും ഈജിപ്തിലെ രാജാവായ ഫറോയുടെയും ദൈവമാക്കി വെച്ചിരിക്കുന്നു എന്ന് ദൈവം തന്നെ അരുളി ചെയ്തതായിട്ട് മോശ എഴുതുന്നു. അപ്പോൾ ദൈവം എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് കേവലം നേരത്തെ പറഞ്ഞതുപോലെ തെറ്റുകളിൽ ജീവിച്ച, പാപത്തിൽ ജീവിച്ച മോശ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഫറവോനും അഹരോനും ദൈവമാക്കി വെക്കാനായിട്ട് ദൈവം തന്നെ ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ, ദൈവം എന്ന് പറയുന്ന പൊസിഷനിൽ പോലും ഒരു വ്യക്തി ഇരുത്താൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ പറഞ്ഞ ആശയത്തെ എനിക്കറിയില്ല എന്താണ്. ഇനി രണ്ട്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുക്രിസ്തുവും പറയുന്നു ഞാൻ ചെയ്തത് അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പൗലൂസ് പറയുന്നു മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു ജാതികളെന്ന് പറഞ്ഞ് ദൈവത്തോട് ഒരു ബന്ധവുമില്ലാതെ കിടക്കുന്ന, ദൈവത്തെക്കുറിച്ച് കേട്ട് കേൾവിയില്ലാത്ത, പരിശുദ്ധാത്മാവിൻ്റെ ഒരു അനോയിന്റിങ്ങും ഇല്ലാത്ത ജാതികളെന്ന് പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ ക്രിസ്തു ഉണ്ട് എന്ന് പൗലൂസ് പറയുന്നു. ഇനി അതേ പൗലൂസ് പറയുന്നു എല്ലാ വ്യക്തികളുടെ ഉള്ളിലും ഇരിക്കുന്ന ക്രിസ്തുവിനെ ആക്റ്റീവാക്കി ആ ക്രിസ്തു ഭാവത്തിൽ ജീവിക്കാനായിട്ട്, ക്രിസ്തു എന്ന് പറയുന്ന നിലവാരത്തിൽ ജീവിക്കാനായിട്ട് എല്ലാവരെയും ഞാൻ പ്രാപ്തനാക്കാനായിട്ട് ഞാൻ പെടാപ്പാടുപെടുന്നു എന്ന് പൗലൂസ് പറയുന്നു. ഇതേ പൗലൂസ് എഫേസ്യർ 4-ാം അധ്യായം 11 മുതൽ താഴോട്ട് വരുന്ന വാക്യങ്ങൾ പറയുന്നുണ്ട്, ക്രിസ്തു എന്ന തലയോളം സകല മനുഷ്യരെയും വളർത്താൻ പറ്റും, അങ്ങനെ എല്ലാവരും വളരണമെന്നും പറയുന്നു. അപ്പോൾ അവിടെ ക്രിസ്തു എന്ന് പറഞ്ഞിരിക്കുന്നത് ദൈവം എന്ന് പറയുന്നത് പോലെ ദൈവം വച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ്. ഏത് മനുഷ്യനും ആ പൊസിഷനിൽ വരാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ബൈബിളിനകത്ത്, പുതിയ നിയമത്തിനകത്ത് ജീസസും പൗലൂസും പത്രോസും എല്ലാം ഈ കാര്യത്തെ പരാമർശിച്ചിരിക്കുന്നത്. സോ ഇന്ന് മതത്തിൻ്റെ വക്താക്കൾക്കോ മതവിശ്വാസികൾക്കോ ഈ മർമ്മം വെളിപ്പെട്ട് കിട്ടിയിട്ടില്ല. അത് എൻ്റെ കുഴപ്പമാണോ? അവർക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ സത്യങ്ങൾ സംസാരിക്കുന്നത്. സോ അങ്ങനെ ആ സത്യം സംസാരിക്കുമ്പോൾ ഇദ്ദേഹത്തെ പോലെയുള്ള മതവക്താക്കൾ വന്നിരുന്ന് അങ്ങനെയല്ല എന്ന് വാദിക്കുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന ബൈബിളിനെ എടുത്ത് മാറ്റി വെക്കേണ്ടി വരും. കാരണം ബൈബിൾ പറയുന്ന തത്വങ്ങളാണിത്. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൗലൂസ് പറയുക, നിങ്ങളിൽ ആ ക്രിസ്തു ഉരുവാകുവോളം ഞാൻ പ്രസവവേദന അനുഭവിക്കുന്നു. അപ്പോൾ ക്രിസ്തു ഉരുവാകാൻ പറ്റും, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ക്രിസ്തുവാകാൻ പറ്റും. ഇല്ലായിരുന്നെങ്കിൽ പൗലൂസ് പറയേണ്ട ആവശ്യമില്ലല്ലോ. സോ ആ പൊസിഷനിലേക്ക് അനേക ക്രിസ്തുക്കളില്ല. അനേക ക്രിസ്തുക്കളില്ല. പക്ഷേ ആ ക്രിസ്തു എന്ന് പറയുന്നത് യുണീക്കായിട്ടുള്ളൊരു പൊസിഷനാണ്. ആ പൊസിഷനിലേക്ക് എല്ലാവർക്കും വരാൻ പറ്റും. ആ രണ്ടിനും രണ്ട് കോണ്ടസ്റ്റാണ്, രണ്ട് മീനിങ് ആണ്. അനേക ക്രിസ്തുക്കളുണ്ടെന്നല്ല, ക്രിസ്തു എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ദൈവം വെച്ചിട്ടുണ്ട്. ആ പൊസിഷനിലേക്ക് സകല മനുഷ്യർക്കും വരാൻ പറ്റും. അതും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിനും ഒരു പ്രോസസ്സുണ്ട്, ഒരു പ്രൊസീജിയറുണ്ട്. അതും ദൈവം ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ന പ്രൊസീജിയേഴ്സിലൂടെ, ഇന്ന പ്രോസസ്സിലൂടെ പോയി കഴിയുമ്പോൾ നിങ്ങൾക്കും അവിടെ എത്താൻ പറ്റും. അവിടെ ഇരുന്നു കൊണ്ട് ആ ലൈഫ് സ്റ്റൈലിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. സോ ദിസ് ഈസ് വാട്ട് ബൈബിൾ സേസ്. അവിടെ ക്രിസ്ത്യാനിക്ക് പറ്റുമെന്നോ, ഹിന്ദുവിന് പറ്റുമെന്നോ, മുസൽമാന് പറ്റുമെന്നോ, ബുദ്ധന് പറ്റുമെന്നോ, അല്ലെങ്കിൽ ഇതര മതസ്ഥർക്ക് പറ്റില്ല എന്നൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ദൈവം വെച്ചിരിക്കുന്ന ആ പ്രോസസ്സിലൂടെ പോവുകയാണെങ്കിൽ സകല മനുഷ്യർക്കും ആ പൊസിഷനിലെത്താൻ പറ്റും. സോ എനിക്ക് ആധികാരികതയോടുകൂടെ പറയാൻ പറ്റും, ഞാൻ ആ പൊസിഷനിൽ ജീവിക്കുന്നൊരു വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, അനേകരെ ആ പൊസിഷനിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിലേക്ക് നടത്തിക്കൊണ്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഞാനിപ്പോൾ. അനേകർ ആ ഒരു പൊസിഷനിലേക്ക് എൻ്റെ ഗൈഡൻസിനകത്ത് വളർന്നുകൊണ്ടിരിക്കുന്നു. ക്രിസ്തു എന്ന് പറയുന്ന ആ പദവിയിലേക്ക്, പൊസിഷനിലേക്ക് എത്താനായിട്ടുള്ളൊരു ആഹ്വാനമാണ്
ഞാൻ ആ പദവിയിൽ എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചില വീഡിയോസും പോസ്റ്റുകളും ഇട്ടത്. സോ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു പെന്തിക്കോസ് വിശ്വാസത്തിൻ്റെ ബൗണ്ടറിക്കകത്ത് നിൽക്കുന്നത് കൊണ്ട് ബൈബിൾ പറയുന്ന സത്യങ്ങളെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ ഈ ലോകത്ത് എഴുന്നേൽപ്പിച്ച ഒരു ക്രിസ്തുവുണ്ട്. ആ യേശു ക്രിസ്തു ഉടനെ വരും, എത്രയും പെട്ടെന്ന് തന്നെ വരും. പക്ഷേ വരുന്നതിന് മുമ്പ് ഇവിടെ ചില കാര്യങ്ങൾ നടക്കണം. അത് ഞാൻ എല്ലാവരോടും പറയും, കാണുന്ന ഏത് പ്രേക്ഷകരാണെങ്കിലും ശരി. ഈ ലോകത്ത് കർത്താവ് വരണമെങ്കിൽ സകല മനുഷ്യരും രക്ഷിക്കപ്പെടണം. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും വചനം ചെല്ലണം, വചനം അവരറിയണം. അറിഞ്ഞിട്ട് വിശ്വാസ ജീവിതം എന്താണ് അത് അവൻ തിരിച്ചറിയണം. ആ തിരിച്ചറിഞ്ഞിട്ട് അവനത് വേണ്ടെങ്കിൽ തട്ടിക്കളഞ്ഞിട്ടെ, ഓക്കെ വേണ്ട, വിശ്വാസ ജീവിതം നടക്കണ്ട. അടുത്ത ജെയ്സൺ ക്ലെയിം ചെയ്യുന്നത് രക്ഷയിലേക്ക് എല്ലാവരും വരണം, വചനം എല്ലാവരും അറിയണം. സോ വചനം എന്നുള്ളത് ഇന്ന് ക്രിസ്തീയ സമൂഹം വിശ്വസിച്ചിരിക്കുന്നത് ഈ ബൈബിളിനകത്ത് എഴുതപ്പെട്ട കാര്യങ്ങളെയാണ് വചനമെന്ന് ക്രിസ്ത്യൻ സമൂഹം വിശ്വസിച്ചിരിക്കുന്നത്. സോ ഇദ്ദേഹം നേരത്തെ പറഞ്ഞു, ഇതിൻ്റെ ആവശ്യമില്ല, ഇത് വായിച്ചല്ല ഞാൻ അറിഞ്ഞത്, ഇത് ഞാൻ വായിച്ചിട്ടില്ല, എനിക്കിങ്ങനെ എവിടുന്നെയോ കിട്ടിയതാണ്. അപ്പോൾ ഇത് വായിക്കാത്ത ഒരാൾ ഇതെല്ലാവരുടെ ഉള്ളിലും വരണമെന്ന് വാദിക്കുന്നത് ഫോഷ്കല്ലേ? ഇനി രണ്ടാമത്തെ കാര്യം, എൻ്റെ ആംഗിളിൽ പറയാണ്, ഇത് ചില വ്യക്തികളുടെ അനുഭവത്തിനകത്തുനിന്ന് അവരെഴുതി വെച്ചതാണ്. ദൈവം ആവശ്യപ്പെട്ടിട്ട് എഴുതിയതൊന്നുമല്ല. ദൈവത്തിൻ്റെ നിറവിൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ചിലർ ജീവിച്ചപ്പോൾ അവരുടെ ജീവിതാനുഭവങ്ങളും അവർക്ക് മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ള അഡ്വൈസസും ഒക്കെ ചേർന്ന് അവരെഴുതിയിരിക്കുന്നതാണ്. സോ ഇതിങ്ങനെ ഒരു ബുക്കാക്കി പ്രസിദ്ധീകരിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചില്ല, ദൈവം പറഞ്ഞില്ല, ഇതിൻ്റെ എഴുത്തുകാരും അങ്ങനെ ആലോചിച്ചിട്ടുമില്ല, പറഞ്ഞിട്ടുമില്ല. സോ ഇതിൻ്റെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ എഴുതിയിരിക്കുന്നത് ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ വ്യക്തികൾ അവർക്ക് തോന്നിയ രീതിയിൽ അവർക്ക് അനുഭവിച്ച കാര്യങ്ങൾ എഴുതി വച്ചിരിക്കുന്നതിനെ ഏതോ ഒരു ക്രിസ്ത്യൻ പാസ്റ്ററോ അല്ലെങ്കിൽ ബിഷപ്പോ അതിനെല്ലാം കൂടെ ഒരുമിച്ച് ഒരു ബുക്കാക്കി പ്രിൻ്റ് ചെയ്തേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെ പ്രിൻ്റ് ചെയ്ത കൂട്ടത്തിൽ ഒരു ബിഷപ്പ് വിചാരിച്ചു ഇതിൽ 66 പുസ്തകം മതിയെന്ന്, വേറൊരു ബിഷപ്പ് വിചാരിച്ചു 70 പുസ്തകം ഇരിക്കട്ടെ എന്ന്. അങ്ങനെ 70 പുസ്തകമുള്ളതിനെ PUC ബൈബിൾ എന്നും 66 പുസ്തകമുള്ളതിനെ സത്യവേദ പുസ്തകമെന്നും വിളിച്ചു. ഓക്കെ, ഇനി എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ബിഷപ്പുമാർ ഇതിനെ ക്രൗഡീകരിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർ പറയുന്ന ഈ ഒരു ഡോക്ട്രിൻ, ക്രിസ്ത്യൻ ഡോക്ട്രിൻസ് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. സോ ഇതിനകത്ത് തോമസ് എഴുതിയ സുവിശേഷമോ മദ്ദലക്കാലത്ത് എഴുതിയ സുവിശേഷമോ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരുന്നുവെങ്കിൽ ഇന്നത്തെ ക്രിസ്തീയ മതത്തിന് നിലനിൽക്കാൻ പറ്റില്ലായിരുന്നു. കാരണം അവരുടെ ലേഖനങ്ങൾക്കകത്ത് അല്ലെങ്കിൽ അവരുടെ സുവിശേഷത്തിനകത്ത് അവർ കുറച്ചുകൂടെ ആത്മാവിന് പ്രാധാന്യം കൊടുത്തിട്ട് പൗലോസ് റോമാലേഖനമൊക്കെ എഴുതുന്നത് പോലെ ആ രീതിയിൽ അത് എഴുതിയിരിക്കുന്നത്. അതൊരിക്കലും ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിനകത്ത് ഇല്ലാത്തത് കൊണ്ടാണ് ബുദ്ധിപൂർവ്വം ഇതിനകത്തുനിന്ന് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ ഇതല്ല ഒരിക്കലും വചനം. വചനം എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ട് ദൈവത്തിൽ നിന്ന് കിട്ടണം. ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞതുപോലെ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു. അപ്പോൾ ആ ക്രിസ്തു എന്ന് പറയുന്ന പൊസിഷനിലേക്ക് ആദ്യം വന്നത് ജീസസ് ആണെന്ന് അവന് മനസ്സിലായി. സോ ആ റവലേഷൻ വന്നത് വായിച്ചിട്ടല്ല, കേട്ടിട്ടല്ല, കണ്ടിട്ടല്ല, അത് റവലേഷനായി തന്നെ പിതാവിൽ നിന്ന് കിട്ടിയതാണെന്ന് ജീസസും സ്ഥിരീകരിച്ചു. സോ ഈ രീതിയിൽ പിതാവിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മിലേക്ക് വരുന്ന കാര്യത്തെയാണ് വചനമെന്ന് പറയുന്നത്. സോ ഇത് മറ്റാർക്കോ കിട്ടിയതാണ്. അതിനെയാണ് ലോഗോസ് എന്ന് പറയുന്നത്. വേറെ ആരോ അനുഭവിച്ച കാര്യത്തെ അവരെഴുതി വെച്ചത് ലോഗോസായി. ലോഗോസിലല്ല നമ്മൾ ജീവിക്കേണ്ടത്, ഡയറക്റ്റ് റീമെയിലാണ്. അതാണ് വചനം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആ വിശ്വാസ ജീവിതം എന്താണെന്ന് അറിയണം. വിശ്വാസം എന്താണ്, യഥാർത്ഥ വിശ്വാസ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അവൻ ഉപേക്ഷിക്കുന്നെങ്കിൽ ഉപേക്ഷിച്ചോട്ടെ. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഒരു വ്യക്തിയോടെങ്കിലും നമുക്ക് ഈ ഒരു അനുഭവം പറയാൻ സാധിക്കണം. എൻ്റെ ജീവിതത്തിൽ വളരെ സന്തോഷമായി. താങ്കളത് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും താങ്കളോട് എനിക്കത് പറയാൻ ലഭിച്ചത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, യേശു ക്രിസ്തുവിലൂടെ മാത്രമേ രക്ഷയുള്ളൂ. യേശു ക്രിസ്തു പണ്ടത്തെ ദൈവമല്ല, അത് അന്നത്തെ കഴിഞ്ഞു പോയ ഒരു വ്യക്തിയല്ല. ഇത് സർവശക്തനായ ദൈവം, യഹോവയായ ദൈവം തന്നെ മനുഷ്യന് രക്ഷയ്ക്ക് വേണ്ടി നൽകപ്പെട്ട ഏക മാർഗമാണ് യേശു ക്രിസ്തു. സോ ഇദ്ദേഹം പറയുന്ന അടുത്ത 1-2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാവരും ആ വിശ്വാസ ജീവിതത്തിലേക്ക് വരണം, വിശ്വസിച്ച് ജീവിക്കണം. അതുപോലെ ദാരിദ്ര്യം പിടിച്ച പണി വേറെയില്ല. വിശ്വസിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നരകമാണ്, ഗതികേടാണ്. ഞാൻ എൻ്റെ അപ്പനെ വിശ്വസിച്ച് ജീവിക്കുന്നു, ഞാൻ എൻ്റെ മക്കളെ വിശ്വസിച്ച് ജീവിക്കുന്നു, ഗതികേടല്ലേ? സോ എൻ്റെ ഭാര്യയെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എൻ്റെ മകളെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എൻ്റെ അപ്പനെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, എൻ്റെ ശിഷ്യന്മാരെ എനിക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഞാൻ അവരെ ട്രസ്റ്റ് ചെയ്യുകയാണ്, മനസ്സിലാക്കുകയാണ്.
അതിൻ്റെ അഷ്വറൻസാണ്. എൻ്റെ വൈഫ് ഇങ്ങനെയാണ്, എൻ്റെ അപ്പൻ ഇങ്ങനെയാണ്, എൻ്റെ അമ്മ ഇങ്ങനെയാണ്, എൻ്റെ മകൾ ഇങ്ങനെയാണ്, എൻ്റെ ശിഷ്യ ഇങ്ങനെയാണ്, എൻ്റെ ഫ്രണ്ട് ഇങ്ങനെയാണ്. ഈ അണ്ടർസ്റ്റാൻഡിങ്ങിനകത്ത് ഈ അഷ്വറൻസിനകത്താണ് ഞാൻ ജീവിക്കേണ്ടത്. അല്ലാതെ ഒരു വിശ്വാസം ഗതികേട്. സോ അദ്ദേഹം ഇപ്പോഴും പറയുന്നത് വിശ്വാസ ജീവിതത്തെക്കുറിച്ചാണ്. സോ മതം എന്ന് പറയുന്നത് അതെ ഒരു വിശ്വാസ ജീവിതമാണ്. ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് സങ്കല്പിച്ച് ജീവിക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിൻ്റെ ഡെഫിനിഷനും അങ്ങനെയാണ്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് കരുതുന്നതാണ് വിശ്വാസം. സോ ഇല്ലാത്തൊരു കാര്യത്തെ ഉണ്ടെന്ന് വിശ്വസിച്ച് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ കൾട്ടായിട്ടുള്ള ക്രിസ്തീയ മതം. അദ്ദേഹം അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. സോ അങ്ങനെ ജീവിക്കുന്ന വ്യക്തികളാണ് ഏറ്റവും പ്രീഷ്യസ് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. ഇനി രണ്ടാമത്തെ കാര്യം ജേസൺ പറഞ്ഞതിനകത്ത് നിങ്ങൾ നോക്കണേ, നിങ്ങൾ ചിലപ്പോൾ സിനിമ കാണുന്നതാണെങ്കിലോ അല്ലെങ്കിൽ ചില TV ചാനലോ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു മതവിഭാഗത്തിലെ ആൾക്കാർ അവരുടെ അകത്തുള്ള ചെറുപ്പക്കാരെ മനസ്സിനെ പഠിപ്പിച്ച് അവരെ ഭീകരവാദികളാക്കും. അവർ തന്നെ ഒരു സൂയിസൈഡിങ് ബോംബായിട്ട് മാറും. അങ്ങനെ അവരെ പറഞ്ഞ് ട്രെയിൻ ചെയ്യിപ്പിക്കും. സോ അവരുടെ മനസ്സിനകത്ത് ഇരിക്കുന്നത് ഞാൻ കുറച്ച് ആൾക്കാരെ കൊല്ലുമ്പോൾ അതിനോടൊപ്പം ഞാനും മരിക്കുമ്പോൾ അതെന്തോ ഒരു പുണ്യപ്രവൃത്തിയാണ്, ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ ഈ ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ ചില വ്യക്തികൾ അവരുടെ മൈൻഡിനെ ട്യൂൺ ചെയ്ത് അവസാനം ഇവരൊരു സൂയിസൈഡ് ബോംബായിട്ട് മാറും. അപ്പോൾ നമ്മൾ അവരെ തീവ്രവാദികളെന്നോ ഭീകരവാദികളെന്നോ വിളിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ദേ ആർ ഡൂയിങ് എ നോബിൾ ടാസ്ക്, എ ഡിവൈൻ ടാസ്ക്. അങ്ങനെയാണ് അവരുടെ മൈൻഡിനെ രൂപപ്പെടുത്തുന്നത്. സോ മിസ്റ്റർ ജെയ്സനെ ഈ പെന്തിക്കോസ് മതം അങ്ങനെ രൂപപ്പെടുത്തിയ ഒരു സൂയിസൈഡ് ബോംബാണ്. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിങ്ങളിപ്പോൾ കേട്ടല്ലോ. നിങ്ങളെ ഈ കാര്യം അറിയിക്കാനായിട്ട് എനിക്ക് കിട്ടിയ ഈ സന്ദർഭത്തെ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ അഭിമാനം കൊള്ളുന്നു, ഞാൻ സംതൃപ്തിപ്പെടുന്നു എന്ന് അദ്ദേഹം പറഞ്ഞത്. സോ ഇത്തരത്തിലുള്ളൊരു സൂയിസൈഡൽ ബോംബായിട്ട് മാറി അദ്ദേഹം, മതത്തിൻ്റെ ഒരു ശരിക്കുമുള്ള ഒരു വക്താവായിട്ട് മാറി. എത്ര കഷ്ടമല്ലേ ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡൈനാമിക് ആയിട്ടുള്ള നല്ല ചുറുചുറുക്കുള്ളൊരു ചെറുപ്പക്കാരൻ മതത്തിൻ്റെ സൂയിസൈഡൽ ബോംബായിട്ട് മാറുന്നു എന്ന് പറയുന്നത് എത്ര പരിതാപകരമാണ്. സോ ഇങ്ങനെ ഈ കൾട്ട് പ്രസ്ഥാനം, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന കൾട്ട് പ്രസ്ഥാനം, അതിലേറ്റവും കൂടുതൽ തീവ്രവാദമായിട്ടുള്ളൊരു സംഘടനയാണ് പെന്തിക്കോസ് സമൂഹം. അതിനകത്ത് ഇതുപോലെയുള്ള ചെറുപ്പക്കാരെ ജനനം മുതൽ അവർ ബ്രെയിൻ വാഷ് ചെയ്ത് ഇത്തരത്തിലുള്ള സൂയിസൈഡ് ബോംബാക്കി വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസമുള്ള മകനാണ്, ജോലിക്ക് പോകുന്നില്ല, യേശുവിൻ്റെ രണ്ടാം വരവും കാത്തിരിക്കുകയാണ്. ആ മാർഗത്തിലൂടെ അല്ലാതെ ആർക്ക് ദൈവത്തിൻ്റെ അടുക്കിലേക്ക് എത്താൻ പറ്റത്തില്ല. ദൈവത്തിന് യേശുക്രിസ്തു മുഖാന്തരം അല്ലാതെ നമ്മുടെ അടുക്കിലേക്ക് വരാനും പറ്റത്തില്ല. കാരണം നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി മുഴുവൻ രക്തവും ഊറ്റി, ആ രക്തത്തിൻ്റെ വിലയാണ് ഞാനാണെങ്കിൽ ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ രക്തത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ ആ രക്തത്തിൻ്റെ വിലയാണ് നമ്മളെല്ലാവരും. പക്ഷേ അത് നമ്മളായിട്ട് നഷ്ടപ്പെടുത്തുന്നെങ്കിൽ എനിക്കതിൽ വിഷമമുണ്ട്. സോ ഇവിടെ അദ്ദേഹം എല്ലാ ക്രിസ്തീയ മതവും ഡിമാൻഡ് ചെയ്യുന്നത് ഇതാണ്. അതിനകത്ത് കുറച്ചുകൂടി തീവ്രമായിട്ട് ഡിമാൻഡ് ചെയ്യുന്നത് പെന്തിക്കോസാണ്. കേട്ടല്ലോ, യഹോവയായ ദൈവം യേശു ക്രിസ്തു എന്ന് പറയുന്ന വ്യക്തിയെ ഒരു മാർഗമായി കണ്ടിട്ട് ആ യേശുവിൻ്റെ രക്തത്തെ ചിന്തി ആ രക്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ബാക്കി ജനങ്ങളെല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ദൈവം. അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ, ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണെങ്കിൽ എത്ര നീചനായ, എത്ര ക്രൂരനായ ദൈവമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, നിങ്ങൾക്കൊരു മകനുണ്ടെങ്കിൽ, നിങ്ങൾക്കൊരു മകളുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാരെ രക്ഷപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന മാർഗം ഈ മകനെ കൊന്ന് കഷ്ണമായിട്ട് നുറുക്കി ആ ബ്ലഡോടുകൂടി ഈ മാംസത്തെ എടുത്ത് ഈ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ട് ഈ ജനങ്ങളെ രക്ഷിക്കുന്ന ഒരു പ്രകൃതം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിളിക്കണം? ദർ ആർ എൻ നമ്പർ ഓഫ് വേസ്. അങ്ങനെ പിരിശായി പോകുന്ന ജനങ്ങളെ രക്ഷിക്കാനായിട്ട് ദർ ആർ എൻ നമ്പർ ഓഫ് വേസ്. ബട്ട് ഇങ്ങനെ ഒരു കാര്യം ഡിസ്കസ് ചെയ്ത് നേരത്തെ പ്രഖ്യാപിച്ച് വിളംബരം ചെയ്ത് അങ്ങനെ ഒരു വ്യക്തിയെ കൊണ്ടുവന്ന് ക്രൂരമായി കൊന്ന് കുറേ ആൾക്കാരെ രക്ഷിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ ദൈവമെന്ന് വിളിക്കുന്നതെങ്കിൽ അതെന്ത് തരം ദൈവമായിരിക്കും? സോ ഇത്തരത്തിൽ മൃഗീയമായ, പൈശാചികമായ, മ്ലേച്ഛകരമായ, ശരിക്കും എന്താ പറയുന്നത്, അതിനെ കൾച്ചർ ഇല്ലാത്ത ഒരു ദൈവമാണ് ആ ദൈവമെങ്കിൽ ആ ദൈവത്തെ എനിക്ക് വേണ്ട. ആ ദൈവം പറയുന്ന രക്ഷാകര പദ്ധതിയും എനിക്ക് വേണ്ട. ആ ദൈവത്തോടുള്ളൊരു സഹവാസവും സഹകരണവും എനിക്ക് വേണ്ട.
അങ്ങനെ ഒരു ക്രൂവലായിട്ടുള്ള ദൈവത്തെ എനിക്ക് താല്പര്യമേ ഇല്ല. ആ ദൈവം പറയുന്ന ഒരു കാര്യവും കേൾക്കാനും ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. സോ ഇത്തരത്തിലുള്ള നോക്കി എത്ര നീചമായിട്ടാണ് ആ സുവിശേഷത്തെ ആ മതം അദ്ദേഹത്തിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് നോക്കിക്കേ. എത്ര സിമ്പിളായിട്ടാണ് ഈ നീചമായ പ്രവൃത്തി അദ്ദേഹം ഗ്ലോറിഫൈ ചെയ്യുന്നതെന്ന് നോക്കിക്കേ. ദൈവത്തിന് ഇങ്ങനെ ഒരു പദ്ധതിയേ ഇല്ല. ജീസസിലൂടെ നടന്നത് മറ്റൊരു കാര്യമാണ്. ജീസസിനകത്ത് കൂടെ നടന്ന ദൈവപ്രവൃത്തി ഇതേ അല്ല. ഇത് മതമുണ്ടാക്കിയെടുത്ത ഒരു കൾട്ട് വ്യവസ്ഥയാണ്. പക്ഷേ എനിക്കത് പറയാൻ സാധിക്കുന്നത് എൻ്റെ പരിധി ഇത്രയേ ഉള്ളൂ. എനിക്ക് താങ്കളെ പിടിച്ച് നേരത്തെ അറിയാക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് അങ്ങനെ ക്രമീകരിക്കാൻ എന്നെക്കൊണ്ട് പറ്റത്തില്ല. ഞാൻ മനുഷ്യനാണ്. എനിക്ക് ഒരുപാട് പരിമിതികളുണ്ട്. താങ്കളേക്കാൾ പ്രായത്തിൻ്റെ കുറവ് എനിക്കുണ്ട്, എക്സ്പീരിയൻസ് കുറവ് എനിക്കുണ്ട്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആകെ പറ്റുന്ന ഇങ്ങനെയുള്ള ടോക്കിങ്ങേ എനിക്ക് പറ്റത്തുള്ളൂ. എനിക്ക് പ്രസംഗിക്കാൻ അറിയത്തില്ല. എനിക്ക് പ്രസംഗിക്കാനോ ഒരു കവലപ്രസംഗം നടത്താനോ ഒരു സ്റ്റേജ് കിട്ടിയാലോ ഞാൻ പറഞ്ഞാലോ വെള്ളം കുടിച്ച് തീർക്കാനേ എന്നെക്കൊണ്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ 5 സെക്കൻഡിനകത്ത് ഞാൻ പോയിരിക്കും. അതാ എൻ്റെ അവസ്ഥ. പക്ഷേ ഇങ്ങനത്തെയുള്ള ടോക്ക് എന്നെക്കൊണ്ട് പറ്റും. കാരണം ഞാൻ പറഞ്ഞൊരു കാര്യം, എനിക്ക് പേഴ്സണലായിട്ടുള്ള ഇവാഞ്ചലിസം എനിക്ക് സന്തോഷമാണ് പറയാൻ. കാരണം എൻ്റെ അറിവിലുള്ള സത്യം ആരെയും തെറ്റിതിരുത്താനോ ആരെയും നിന്ദിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. കാരണം ഞാൻ വലിയൊരു തെറ്റായിരുന്നു. കണ്ടോ? സോ ഇദ്ദേഹത്തെ ട്രെയിൻ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇദ്ദേഹം തന്നെ സെൽഫ് ട്രെയിൻഡ് ആയിരിക്കുന്നത് ഇതുപോലെ വന്നിരുന്ന് ചളു പറയാനാണ്. എന്നിട്ട് അദ്ദേഹം പറയാതെ പറയുന്നൊരു കാര്യമുണ്ട്, ഞാനിതൊക്കെ അങ്ങ് ഇട്ടിട്ട് പോകും, പക്ഷേ ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങളെ കൺവിൻസ് ചെയ്ത് നിങ്ങളെ മാറ്റാനായിട്ട് എനിക്ക് കഴിവൊന്നുമില്ല. പക്ഷേ ഞാൻ കുറേ ജങ്ക് അങ്ങ് ഇട്ടിട്ട് പോകും. എന്നിട്ട് ഞാൻ ബലഹീനനാണെങ്കിൽ, എൻ്റെ മനസ്സ് ബലഹീനതയിലാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെയൊക്കെ വെച്ചിട്ട് ഞാൻ ചിന്തിക്കും, അയ്യോ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ദൈവം കോപിക്കുന്നവനാണെങ്കിൽ, ആ പുത്രനെ തന്നെ കൊന്നു തള്ളിയ ഒരു ദൈവം ഉണ്ടെങ്കിൽ എന്നെയും കൊല്ലാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞാൽ എന്തോ കാര്യമുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യണം. സോ ഇങ്ങനെ പേടിപ്പിക്കുന്ന ഒരു ത്രെട്ട് ഇട്ട് തന്നിട്ട് പോകുമ്പോൾ, പേടിക്കുന്ന ഒരു ഹൃദയവും മനസ്സുമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അതോടുകൂടെ അവൻ്റെ ലൈഫിനകത്ത് ചാഞ്ചാട്ടം ഉണ്ടാവും. സോ ഇങ്ങനെയുള്ള വ്യക്തികളാണ് ഹിന്ദുത്വത്തിൽ നിന്ന് പെന്തക്കോസ്തിലേക്ക് പോകുന്നത്, മുസ്ലിം ഇതിനകത്തുനിന്ന് പെന്തക്കോസ്തിലേക്ക് വരുന്നത്. പേടിപ്പിച്ചിട്ട് അവൻ്റെ കൺഫ്യൂഷനിലാക്കിക്കൊണ്ടുള്ള കൾട്ട് സുവിശേഷം. സോ അദ്ദേഹത്തിൻ്റെ റോള് ഭംഗിയായിട്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ മതം പഠിപ്പിച്ച കാര്യത്തെ അദ്ദേഹത്തെ ഇവിടെ ശ്രദ്ധിച്ചു വെച്ചു. ഇനി ഞാൻ ഇതിനെന്ത് ചെയ്യണം, അകത്തിട്ട് ഇങ്ങനെ നോക്കിയിട്ട് സംഭവം കുഴപ്പമാണ്, ജീസസ് വന്നാൽ എനിക്ക് പോകാൻ പറ്റിയില്ലെങ്കിൽ, നരകത്തിൽ പോയാൽ അവിടെ കിടന്ന് പല്ലുകടി, തീയ്. ഞാനൊരു പാഷന മോനായിട്ട് ജനിച്ചു വളർന്നു ഒക്കെ സത്യമാണ്. പക്ഷേ എൻ്റെ അറിവിൽ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതൊക്കെ എന്നെ ക്രമീകരിച്ച് കൊണ്ടുവന്നത് എൻ്റെ ജീവിതവും എൻ്റെ അനുഭവമാണ്. മനസ്സിലായോ? അതെന്നെങ്കിലും ഒരിക്കൽ, അത് ഏത് വ്യക്തിയാണെങ്കിലും, ഞാൻ ഈ വാക്കുകൾ കേൾക്കുന്ന ഏതെങ്കിലും വ്യക്തി എന്നെങ്കിലും ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ അതിൻ്റെ ക്രെഡിറ്റ് പോലും എനിക്ക് വേണ്ട. ദൈവം എനിക്ക് ഒരു ജീവിതം തന്നു. ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്തിനാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എൻ്റെ ശബ്ദം കൊണ്ട് ആർക്കെല്ലാം ഗുണമുണ്ടോ ഒക്കെ ഞാൻ ഒരുപാട് നിരാശപ്പെട്ടിട്ടുണ്ട്. പക്ഷേ എനിക്ക് അപ്പോഴൊക്കെ ഒരു പ്രത്യേക ഒരു എനർജി കിട്ടുന്നത് സുവിശേഷം പറയാൻ പോകുമ്പം എനിക്ക് മനസ്സിലാവും എൻ്റെ വാക്കുകൊണ്ട് ആർക്കെങ്കിലും ഉപകാരപ്പെടും. അങ്ങനെ എനിക്ക് നല്ല ബോധ്യമാണ്. എനിക്ക് അതിൻ്റെ റിപ്ലൈ എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു സംസാരം ഇന്നോ എന്നെങ്കിലും താങ്കൾക്ക് അത് ഉപകാരപ്പെടട്ടെ എന്ന് ഞാൻ പൂർണ്ണമായിട്ടും ആശംസിക്കുന്നു. ഇതാണ് കൾട്ട് സുവിശേഷം. സോ അദ്ദേഹം ഒരു അദ്ദേഹത്തിൻ്റെ മതം പറഞ്ഞ ആ സാധനത്തിൻ്റെ അടുത്ത് എൻ്റെ തലയ്ക്ക് ഇട്ടിട്ട് പോവുകയാണ്. ഇവിടെ കിടന്നത് കുരുക്കട്ടെ എന്ന്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ ലൈഫിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞുണ്ടോ, ഞാൻ പാഴാണ്, ഞാൻ യോഗ്യതയില്ലാത്തവനാണ്, ഞാൻ തെറ്റാണ്, എനിക്ക് ഒന്നിനുമുള്ള കഴിവുകളില്ല. ഇതാണ് മതത്തിൻ്റെ ടീച്ചിങ്. ഇങ്ങനെ വളർന്നു വരുന്ന തലമുറയെ പറഞ്ഞ് യു ആർ ഗുഡ് ഫോർ നത്തിങ് എന്നുള്ള ഒരു ധാരണ ഈ മതം ഈ പിഞ്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അത് ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും യു ആർ ഗുഡ് ഫോർ നത്തിങ്. എന്നിട്ട് ഇവരെ മറ്റൊരു കാര്യത്തിന് വേണ്ടിയിട്ട് അവർ ട്രെയിൻ ചെയ്യും. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ നൗ എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട്, എനിക്ക് ആൾക്കാരെ ചില കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയുന്നുണ്ട്, എനിക്ക് ചില ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, ഏറ്റവും പ്രീഷ്യസ് ആയിട്ടുള്ള ഏറ്റവും വാല്യൂ ഉള്ളൊരു കാര്യം ഞാൻ അവർക്ക് ജനങ്ങൾക്ക് കൊടുക്കുകയാണ്. ഈ രീതിയിൽ മതത്തിൻ്റെ അകത്ത് കിടക്കുന്ന ഈ വിഷത്തെ മറ്റുള്ളവരോട് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ട്രെയിനിങ് ഈ മതം കൊടുക്കും. ഇത് തന്നെയാണ് അവിടെ സൂയിസൈഡൽ ബോംബായിട്ട് വരുന്നത്. അവിടെ തോക്ക് കൊടുക്കുന്നു, കൊല്ലാൻ പഠിപ്പിക്കുന്നു. ഇവിടെ മറ്റൊരു രീതിയിൽ അവിടെ ശരീരത്തെ
കൊല്ലാൻ പഠിപ്പിക്കുന്നു, ശരീരത്തെ ദണ്ഡിപ്പിക്കാൻ പഠിപ്പിക്കുന്നു. ഇവിടെ മനസ്സിനെ കൊല്ലാനും മനസ്സിനെ ദണ്ഡിപ്പിക്കാനും അതിൻ്റെ എത്രയോ അധികം തീവ്രമാണ് ഇവിടെ എന്ന് ഓർക്കണം. പക്ഷെ പ്രത്യക്ഷത്തിൽ നമ്മൾ കൊലയും ബ്ലഡും കാണാത്തത് കൊണ്ട് നമ്മളിതിനെ അത്രത്തോളം ഗൗരവമായിട്ടെടുക്കത്തില്ല. പക്ഷേ അതിനേക്കാൾ എത്രയോ മടങ്ങ് തീവ്രമാണ് ഒരു സമൂഹത്തിൻ്റെ, ഒരു തലമുറയുടെ ലൈഫിനെ പറഞ്ഞ് നശിപ്പിച്ചിട്ട് അവരെ മറ്റൊരു കാര്യം നൽകി, ഇതാണ് സുവിശേഷം, ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്, ഇതാണ് നിൻ്റെ ലൈഫിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞ് അവരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്ന ഒരു സൂയിസൈഡൽ ബോംബിങ്. സോ അദ്ദേഹം ആ ഒരു കർത്തവ്യം വളരെ ഭംഗിയായിട്ട് നിറവേറ്റിയിട്ട് പോവാണ്. ഓക്കെ, സോ ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കൺവിൻസ്ഡ് ആയെന്ന് തോന്നുന്നു, വാട്ട് ഹീ ഈസ് ടോക്കിംഗ്. സോ അദ്ദേഹത്തിന് ഇപ്പോൾ ഭയങ്കര ആത്മസംതൃപ്തിയാണ്. ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി നിങ്ങളുടെ ചോയ്സാണ്. സോ ഒരു 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 പതർന്ന മനസ്സുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ലൈഫിനകത്ത് എൻ്റെ മനസ്സിന്, എൻ്റെ ഹൃദയത്തിന് സ്വസ്ഥത കിട്ടത്തില്ല. ആ പറഞ്ഞ കാര്യങ്ങൾ ഇങ്ങനെ എക്കോ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇങ്ങനെയാണ് പല വ്യക്തികളെയും ഇവരെ കബളിപ്പിച്ചിട്ട് അവരുടെ ഭാഗത്തേക്ക് കൊണ്ടുവരുന്നത്. അവിടെ ചെന്നാലോ എല്ലാം ഊറ്റിയെടുത്ത് ചണ്ടിയാക്കിയതിന് ശേഷം വലിച്ചു കളയും. ഞാൻ ഇതോടെ എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. ഇനി എന്ത് പറഞ്ഞാലും എൻ്റെ ഭാഗത്ത് റിപ്ലൈ ഉണ്ടാവില്ല. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കൺക്ലൂഷൻ കേട്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പാർട്ട് അദ്ദേഹം വളരെ ഭംഗിയായിട്ട് തീർത്തു. സോ ഇദ്ദേഹം തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ തോളിൽ തട്ടിയിട്ട് മതവക്താക്കളും അദ്ദേഹത്തിൻ്റെ അപ്പനായ പാസ്റ്ററുമൊക്കെ അഭിനന്ദിക്കും. മോനെ, വെൽ ഡൺ, നിൻ്റെ ഭാഗം നീ ക്ലിയർ ചെയ്തു. ഇനി അവന് വേണമെങ്കിൽ സ്വീകരിക്കട്ടെ, ഇല്ലെങ്കിൽ അവൻ നശിച്ചു പോകട്ടെ, നിൻ്റെ പാർട്ട് ക്ലിയർ. അപ്പോൾ വീണ്ടും ജേസൺ എന്ത് ചെയ്യുന്നു? സോ ഒരു സൂയിസൈഡൽ ബോംബ് എന്ന് പറഞ്ഞ് നടക്കുന്ന, അല്ലെങ്കിൽ അങ്ങനെ പാകപ്പെടുത്തിയ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ റെക്കഗ്നേഷനാണ്. അദ്ദേഹത്തിന് വീണ്ടും ഇത് പറയാനായിട്ട് കിട്ടുന്ന ഏറ്റവും വലിയ അംഗീകാരമാണ്. സോ അദ്ദേഹത്തിൻ്റെ മനസ്സിനകത്ത് 1 കോടി രൂപ കൊടുത്താലും കിട്ടാത്ത അത്രയും സന്തോഷം അദ്ദേഹത്തിന് ഈ ഒരു അപ്രീസിയേഷനകത്ത് കിട്ടും. സോ ദിസ് ഈസ് ഹൗ കൾട്ടായിട്ടുള്ള പെന്തിക്കോസ് സമൂഹം അടുത്ത തലമുറയെ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. എത്ര പത്തറ്റിക്കല്ലേ, എത്ര നല്ലൊരു ചെറുപ്പക്കാരൻ, എന്ത് നന്നായി ജീവിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ്റെ അവസ്ഥ. അപ്പോൾ ഞാൻ 1-2 കുഞ്ഞു കാര്യങ്ങൾ പറഞ്ഞിട്ട് ഈ ഒരു ടോപ്പിക്, ഈ ഒരു സീരീസ് ഓഫ് ടോക്ക് ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഞാൻ സംസാരിക്കാൻ ആഗ്രഹിച്ച കുറച്ച് കമൻറ്റുകളും മനസ്സിൽ വന്ന ചിന്തകളും ഒക്കെ ആ വീഡിയോയ്ക്കകത്ത് ഞാൻ താഴെ ഡിസ്പ്ലേയിൽ ഇട്ടിട്ടുണ്ട്. പ്രസംഗിച്ച സമയത്ത് ഏകദേശം 3000-ഓളം പേര് അവരുടെ ഹൃദയത്തിനകത്ത് കുത്തുകൊണ്ടിട്ട് അവർ ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നാണ്. അപ്പോൾ ചില കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ നല്ല രീതിയിൽ കുത്തു കൊള്ളണം, അതിന് വേണ്ടിയിട്ടാണ് ചില കമൻറ്റുകൾ ഞാൻ ഇട്ടത്. നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, അങ്ങനെ ചില കുത്തുകൾ കൊണ്ടിട്ടെങ്കിലും അദ്ദേഹം തിരിഞ്ഞു വരട്ടെ. മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ കഴിഞ്ഞ 7-8 വർഷമായിട്ട് ചെയ്തു വരുന്ന വീഡിയോസ് അദ്ദേഹം വളരെ കീനായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അതിനകത്തുനിന്ന് പല കാര്യങ്ങളും എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ സംസാരത്തിനകത്ത് ഞാൻ പറഞ്ഞ ഒരുപാട് ആശയങ്ങളുണ്ട്. യേശു പള്ളിയിലല്ല പ്രാർത്ഥിക്കാൻ പോയത്, തോട്ടങ്ങളിലാണ്. ബൈബിളിൻ്റെ പശ്ചാത്തലം യഹൂദന് വേണ്ടിയിട്ട് അത് എഴുതിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു മെജോറിറ്റി ആയിട്ടുള്ള കാര്യങ്ങളും അദ്ദേഹം പെന്തിക്കോസിൻ്റെ വിശ്വാസത്തിൻ്റെ പുറത്ത് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ കാര്യങ്ങളാണ്. പക്ഷെ അത് ബുദ്ധിപൂർവ്വം അദ്ദേഹം കവർ ചെയ്ത് പറഞ്ഞത് കൊണ്ട് പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തില്ല എന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇദ്ദേഹം പറഞ്ഞതിൽ നിന്ന് എനിക്ക് കൺക്ലൂഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യഹൂദ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ ഗോത്രത്തിന് വേണ്ടിയിട്ടാണ് ജീസസ് വന്നു എന്നുള്ളത് ജീസസും അപ്പോസ്തലന്മാരും സ്ഥിരീകരിക്കുന്നു. യേശുവിൻ്റെ 2ാം വരവ് എന്ന് പറയുന്നത് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ്. അതും ഇസ്രായേൽ ജനതയ്ക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അപ്പോൾ ബൈബിളിലെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. ആ ഫിസിക്കൽ ഈവൻസിനെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇനി ബൈബിൾ പറയുന്ന ഒരു ആത്മീക സത്യമുണ്ട്. ബൈബിൾ പറയുന്ന ആത്മീക സത്യം എന്ന് പറയുന്നത് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിയെ ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല, വ്യക്തി കേന്ദ്രീകൃതമല്ല. ബൈബിൾ പറയുന്ന ആത്മീക സത്യം എന്ന് പറയുന്നത് പിതാവാം ദൈവവും നമ്മളും തമ്മിലുള്ളൊരു ബന്ധമാണ്. പിതാവാം ദൈവവും നമ്മളും തമ്മിലുള്ള ബന്ധത്തിന് ബൈബിൾ വിളിക്കുന്ന പേര് സൺഷിപ്പ്, പുത്രത്വം. അതാണ് ബൈബിൾ വിളിക്കുന്ന പേര്. പുത്രത്വം എന്ന് പറയുന്നത് ഈക്വൽ ടു ഗോഡ്, ഇക്വാലിറ്റി വിത്ത് ഗോഡ്. അതാണ് സൺഷിപ്പ്, പുത്രത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇതാണ് ബൈബിൾ ഏറ്റവും കൂടുതൽ മുൻതൂക്കം കൊടുക്കുന്നത്. പിതാവാം ദൈവവും നമ്മളും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ്, ആ റിലേഷൻഷിപ്പ് പുത്രത്വമാണ്. ഈ പുത്രത്വത്തിന് വിളിക്കുന്ന മറ്റൊരു പേരാണ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ക്രിസ്തു.
അവിടെയാണ് അധികാരങ്ങളും അവകാശങ്ങളും ചില ലൈഫ് കൾച്ചറും നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത്. ഒരു മാനുഷിക പ്രകൃതത്തിൽ നിന്ന് ഒരു ദൈവിക പ്രകൃതത്തിലേക്കുള്ള ഒരു പരിവേഷമാണ് ഈ ഒരു പുത്രത്വം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ക്രൈസ്റ്റ് കോൺഷ്യസ്നസ് എന്ന് പറയുന്നത്. സോ ആർക്കും ഈ പുത്രത്വത്തിലെത്താം, ആർക്കും ഈ ക്രൈസ്റ്റ് കോൺഷ്യസിനകത്ത് എത്താം. ആദ്യമായി ക്രൈസ്റ്റ് കോൺഷ്യസിനകത്തേക്ക് എത്തിയ വ്യക്തി ജീസസ് ആണ്. അതിനുശേഷം പൗലോസോ പത്രോസോ യോഹന്നാനോ ഒക്കെ അതിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. പൂർണ്ണതയിലാണോ ഇല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. സോ ഞാനും ഈ ക്രൈസ്റ്റ് കോൺഷ്യസിനകത്ത് എത്തിയത് കൊണ്ടാണ് ഞാനും ക്രിസ്തുവാണ് എന്ന് ഞാൻ പറയാൻ കാരണം. ഈ ക്രൈസ്റ്റ് കോൺഷ്യസിനകത്തേക്ക് എല്ലാവർക്കും എത്താൻ പറ്റും. ഇനി ഇദ്ദേഹം പറയുന്ന മാനസാന്തരം, രക്ഷ, സ്നാനം, ഏറ്റുപറച്ചിൽ, ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെല്ലാം, പെന്തിക്കോസ് മതം പറയുന്ന കാര്യങ്ങളെല്ലാം ബൈബിളിനകത്ത് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മാത്രമായി ചിട്ടപ്പെടുത്തിയിരിക്കുന്ന കാര്യങ്ങളാണ്. എനിക്കോ നിങ്ങൾക്കോ അതിൽ കാര്യമില്ല. കാരണം ന്യായപ്രമാണം കൊടുത്തിരിക്കുന്നത് യഹൂദന് മാത്രമാണ്. നമുക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. ന്യായപ്രമാണം കൊടുത്തവർക്ക് വേണ്ടിയിട്ടാണ് യേശുവിലൂടെയുള്ള രക്ഷാകര പദ്ധതി. അത് അദ്ദേഹം എവിടെ നിന്നോ എൻ്റെ വീഡിയോ ഒന്ന് കേട്ട് ഒരിക്കൽ ചെറുതായിട്ട് സൂചിപ്പിച്ചു, പിന്നെ അവിടെ നിന്ന് സമർത്ഥമായി അദ്ദേഹം സ്കിപ്പ് ചെയ്തു. യഹൂദൻ്റെ രാജ്യ സ്ഥാപനമാണ്, അവർക്ക് വേണ്ടിയിട്ട് ആ രാജ്യം യഥാസ്ഥാനത്തെപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം രക്ഷ എന്ന് പറയുന്നത്. ഓക്കെ, അത് ജീസസ് ആക്ഷരികമായിട്ടല്ലാത്ത രീതിയിൽ മറ്റൊരു രീതിയിൽ അവർക്കത് സ്ഥാപിച്ചു കൊടുത്തു, അവരെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവന്നു. സോ അത് ആണ് രക്ഷയും ആ സാൽവേഷൻ പ്രോസസ്സും ഈ സ്നാനപ്പെടലും അതെല്ലാം അതിൻ്റെ ഭാഗമാണ്. നമുക്കതുമായിട്ട് ഒരു ബന്ധവുമില്ല. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എടുത്ത് കുറേ അതിനകത്ത് മസാലയൊക്കെ ചേർത്ത് അവരവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളെല്ലാം ഇട്ട് അതിനെ മറ്റുള്ളവരെ അടിച്ചേൽപ്പിച്ച് കാശുണ്ടാക്കുന്ന ചില പൊസിഷനിലിരിക്കുന്ന പരിപാടിയാണ് ക്രിസ്തീയ മതം. അതിലേറ്റവും കൂടുതൽ തീവ്രവാദ മതമാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പനും ഇദ്ദേഹമൊക്കെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന പെന്തിക്കോസ് മതം. ഓക്കെ, ഇനി കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ചില ക്വസ്റ്റ്യങ്ങൾ അദ്ദേഹം എടുത്തിട്ടു. യേശു രണ്ടാമത് വരും. ആ രണ്ടാമത് വരണമെന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഈ ഭൂമിയിൽ നടക്കണം. അതായത് സർവ്വജനവും വചനം കേൾക്കണം, രക്ഷയിലേക്ക് വരണം, യേശുവിനെ കർത്താവ് രക്ഷിതാവെന്ന് ഏറ്റു പറയണം. ഇത് സംഭവിച്ചാൽ മാത്രമേ യേശു രണ്ടാമത് വരത്തുള്ളൂ. ലോജിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏവർക്കും മനസ്സിലാകും 2000 വർഷമായിട്ടും യേശു രണ്ടാമത് വരാത്തതിന് കാരണം ഈ പറഞ്ഞ 3 കാര്യവും നടക്കാൻ പോകുന്നില്ല. കാരണം ഓരോ ദിവസവും കുഞ്ഞുങ്ങൾ ജനിക്കുന്നുണ്ട്. എത്ര കുഞ്ഞുങ്ങളാണ് ഓരോ ദിവസവും ജനിക്കുന്നത്? സോ ഈ കുഞ്ഞുങ്ങൾ വളർന്ന് ഇതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു പാകം എത്തുമ്പോഴത്തേക്ക് അദ്ദേഹം 7ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്ക് മനസ്സിലായെന്നാണ് പറയുന്നത്. സോ എനിവേ ഒരു ടീനേജൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ഇതിനെക്കുറിച്ച് ചിന്തിക്കാനും മനസ്സിലാക്കാനും പറ്റത്തുള്ളൂ. സോ ഈ ടീനേജിലേക്ക് ഈ കുഞ്ഞുങ്ങൾ എത്തുമ്പോഴത്തേക്ക് അടുത്ത സെറ്റ് ഓഫ് കുഞ്ഞുങ്ങൾ വരും. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം മാത്രം വിട്ടേക്കാം, ബാക്കിയുള്ള ജനങ്ങളോ, ഇത് സംസാരിക്കാനായിട്ട് റീച്ച് കിട്ടാത്ത ജനങ്ങളോ? സോ ഈ ജനങ്ങൾ ഇങ്ങനെ പെരുകുന്നതനുസരിച്ച് ഇതിങ്ങനെ പ്രൊലോങ് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. ഒരു കാലത്തും എല്ലാ ജനങ്ങളും ഈ പറഞ്ഞ 3 കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആകുന്ന ഒരു പോയിന്റിലേക്ക് എത്തത്തില്ല. അല്ലെങ്കിൽ ഈ ഭൂമി നശിച്ചിട്ട് ഇവിടെ 4-5 ജനങ്ങൾ മാത്രം ശേഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരണം. സോ അത് ദൈവം ഒരിക്കലും ചെയ്യത്തില്ല എന്ന് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ദൈവം ഒരിക്കലും ഈ ഭൂമിയെ നശിപ്പിക്കത്തില്ല എന്ന് ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. സോ രക്ഷയും മാനസാന്തരവും പാവമേറ്റ് പറച്ചിലും ജീസസിൻ്റെ രണ്ടാം വരവും ജീസസിനെ രക്ഷകനായിട്ടും കർത്താവായിട്ട് സ്വീകരിക്കുന്നതും ഇതൊക്കെ പെന്തിക്കോസ് മതവും ക്രിസ്തീയ മതവും തട്ടിക്കൂട്ടി വെച്ചിരിക്കുന്ന പൊള്ളയായ കാര്യങ്ങളാണെന്ന് പ്രിയ സഹോദരങ്ങൾ മനസ്സിലാക്കി ഇവരുടെ ഈ പൊള്ളയായ വാക്ക് കേട്ട് അവരുടെ കെണിയിൽ പോയി വീണ് ജീവിതം നശിപ്പിക്കരുത്. അദ്ദേഹത്തിൻ്റെ അവസ്ഥ കണ്ടല്ലോ. ഇതുപോലെ നമ്മുടെയും നമ്മുടെ മക്കളുടെയും അവസ്ഥ എത്തിക്കാനായിട്ട് ദയവ് ചെയ്ത് നിങ്ങൾ അനുവദിക്കരുത്. താങ്ക് യു.